ശിവരാത്രി വ്രതം. മാഘമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിവസമാണ് ശിവരാത്രി. ചതുർദശി അർദ്ധരാത്രിയിൽ തട്ടുന്ന ദിവസമാണ് വ്രതമായി ആചരിക്കേണ്ടത്. 2 രാത്രികൾക്ക് ചതുർദശി സംബന്ധം വന്നാൽ ആദ്യത്തേതെടുക്കണം. താപസന്മാർക്ക് പ്രധാനവും ശിവപ്രീതികരവുമായ ഈ വ്രതം അതിശ്രേഷ്ഠമാണ്. പാലാഴി മഥനം നടത്തുമ്പോൾ ഉണ്ടായ ഹലാഹല വിഷം രോഗരക്ഷയ്ക്കായി ശ്രീ മഹാദേവൻ പാനം ചെയ്തു. ആ വിഷം ഭഗവാന് ബാധിക്കാതിരിക്കാൻ ഏവരും ഉറങ്ങാതെ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. പരമശിവൻ വിഷപാനം ചെയ്ത രാത്രിയാണ് ശിവരാത്രിയായി ആഘോഷിക്കുന്നത്. ഈ ദിവസം വ്രതമനുഷ്ഠിക്കാൻ നിർദ്ദേശിച്ചത് ഭഗവാൻ തന്നെയാണെന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു. രജസ തമസ ഗുണങ്ങളെ നിയന്ത്രിച്ച് ഉള്ളിൽ സ്വാത്വികത വളർത്തുന്ന വ്രതമാണിത്. ശിവരാത്രി നാളിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് സ്നാനാദി കർമ്മങ്ങൾ കഴിച്ച ശേഷം ഭസ്മം, രുദ്രാക്ഷം എന്നിവ ധരിച്ചുകൊണ്ട് ശിവസ്തുതികൾ, പഞ്ചാക്ഷര മന്ത്രം തുടങ്ങിയവ ജപിക്കുക. ശിവക്ഷേത്ര ദർശനം നടത്തി ക്ഷേത്രത്തിൽ തന്നെ കഴിഞ്ഞുകൂടുന്നതും ഉത്തമം. പകൽ ഉപവാസം നിർബന്ധമാണ്. ശിവപുരാണ പാരായണം ശ്രവിച്ചുകൊണ്ട് പകൽ ഭക്തിപൂർവം വർത്തിക്കുക. വൈകിട്ട് വീണ്ടും കുളിച്ച ശേഷം ക്ഷേത്രത്തിൽ ശിവലിംഗത്തിൽ കൂവളമാല ചാർത്തുക. കൂവളത്തില കൊണ്ട് അർച്ചന നടത്തുക. ശുദ്ധജലം, പാൽ തുടങ്ങിയവ കൊണ്ട് അഭിഷേകം നടത്തുക എന്നിവയൊക്കെ വിധിപ്രകാരം ചെയ്യേണ്ടതാണ്. രാത്രി പൂർണ്ണമായി ഉറക്കമൊഴിക്കണം. രാവിലെ ശിവപൂജ, ബ്രാഹ്മണ ഭോജനം, ദാനം ആദിയായവ ചെയ്ത ശേഷം പാരണ കഴിക്കാം. ഇത്തരത്തിൽ മഹാവ്രതം അനുഷ്ഠിക്കുന്നവരുടെ സകല പാപങ്ങളും നശിക്കുകയും ഐശ്വര്യവും ശ്രേയസ്സും സിദ്ധിക്കുകയും മരണാനന്തരം ശിവലോകം പ്രാപിക്കുകയും ചെയ്യുന്നു.